കെ.സിയും പ്രിയങ്കയും കാറിക്കൂവി ഊറിച്ചിരിച്ച് വി.ഡി. സതീശൻ. ജന്തർ മന്ദറിലെ പാറ്റ പാർട്ടികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ഇന്നലെ നടത്തിയ നാടകങ്ങൾ വലിയ നാണക്കേടാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസിന് മുന്നോട്ട് വയ്ക്കാനായി പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല. ഈ മാസം 20-നാണല്ലോ പാർലമെന്റിലെ വർഷകാല സമ്മേളനം തുടങ്ങിയത്. ഓഗസ്റ്റ് 13-ന് വർഷകാല സമ്മേളനം അവസാനിപ്പിക്കും. ഇതിനിടയിൽ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കോൺഗ്രസിന് യാതൊരു അജണ്ടയുമില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഏതാണ്ട് നീണ്ട നാളത്തെ രഹസ്യവാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സമയം കൂടിയാണ്. അദ്ദേഹത്തിന് കുട്ടികളുണ്ട്, കുടുംബമുണ്ട് എന്ന രീതിയിൽ വലിയ തോതിൽ BJP-ക്കാർ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. അത് സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഇന്നലെ പാറ്റ പാർട്ടിയുടെ സമരം ഹൈജാക്ക് ചെയ്യാനായി കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു. എന്താണ് ആ ഗൂഢാലോചന? ഇന്നലെ മല്ലികാർജുന ഖാർഗെ, അതായത് AICC അധ്യക്ഷനായിട്ടുള്ള, കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുന ഖാർഗെയുടെ 84-ാം ജന്മദിനമായിരുന്നു. ആ ജന്മദിനത്തിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ അവിടെ എത്തി. അതിനുശേഷം അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, പാർലമെന്റിൽ പോയി എന്തു പറയും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ പാറ്റ പാർട്ടികൾക്ക് ആള് കൂടുന്നുണ്ട്, ജെൻസിയുടെ വലിയ തോതിലെ പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ആ സമരത്തെ നമ്മൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു രഹസ്യ തീരുമാനമെടുത്തത് മല്ലികാർജുന ഖാർഗെയുടെ ഡൽഹിയിലുള്ള 10 രാജാജി മാർഗിൽ വെച്ചാണ്. ആ 10 രാജാജി മാർഗിൽ നിന്നും ഏതാണ്ട് കഷ്ടിച്ച് 500 അടി അകലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. 7 ലോക് കല്യാൺ മാർഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് ഈ പറയുന്ന മല്ലികാർജുന ഖാർഗെയുടെ വീടിന് അവിടുന്ന് കഷ്ടിച്ച് ഏതാണ്ട് 500 അടി ദൂരം മാത്രമേ ഉള്ളൂ. അവിടേക്ക് നമ്മുടെ MP-മാരെ കൊണ്ടുവന്ന് ഒരു പ്രകടനം എന്തുകൊണ്ട് സംഘടിപ്പിച്ചുകൂടാ? ഇതായിരുന്നു മല്ലികാർജുന ഖാർഗെയുടെ വീട്ടിൽ നടന്ന ഗൂഢാലോചന. അതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസിന്റെ MP-മാരെ മുഴുവൻ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ അവിടെ വിളിച്ചു വരുത്തിയത്. അതേപോലെ കർണാടക മുഖ്യമന്ത്രി ശിവകുമാറിനെ, DK ശിവകുമാറിനെ അടക്കം അവിടെ വിളിച്ചു വരുത്തിയത് ഇത്തരം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, അദ്ദേഹത്തിന് എതിരായി ഉയർന്നിട്ടുള്ള വ്യക്തിപരമായ ആരോപണങ്ങളെ ഖണ്ഡിക്കുക, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക, ജെൻസിയുടെ പിന്തുണ ഉറപ്പാക്കുക, അങ്ങനെ നിരവധി ലക്ഷ്യങ്ങളായിരുന്നു ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ഹൈജാക്ക് ചെയ്ത വഴി കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. അത് ഒരു പരിധിവരെ അവർക്കതിനെ വിജയിക്കാൻ കഴിഞ്ഞു. കാരണം ഇന്നലെ 3.5 മണിക്കൂറോളം അവരുടെ സമരം, കോൺഗ്രസിന്റെ സമരമായിരുന്നു. നാഷണൽ ചാനലിലടക്കമുള്ള മുഴുവൻ ചാനലുകളിലും പ്രാദേശിക ചാനലുകളിലും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള ഒരു നേതൃപാടവശേഷി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇന്നലത്തെ ആ ഒരു വ്യാജ സമരത്തിൽ കൂടെ കഴിഞ്ഞു. അതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി ഘോരം മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ താഴെ ഇരുന്ന കുറെ അപ്പാവികൾ, ആ അപ്പാവികൾ ഏറ്റുവിളിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു അമ്മാവൻ ബാക്കിൽ നിന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയേക്കാൾ കൂടുതൽ ശക്തമായി മുദ്രാവാക്യം വിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടേക്ക് DK ശിവകുമാർ കയറി വരുന്നതാണ് ഏറ്റവും അവസാനം. ഇനി അതവിടെ നിൽക്കട്ടെ, പ്രിയങ്ക ഗാന്ധിയുടെ ആ മുദ്രാവാക്യം വിളി ശ്രദ്ധിച്ചോ? ആ പ്രിയങ്ക ഗാന്ധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നുണ്ടോ? ഇല്ല. വി.ഡി. സതീശൻ പോലും പ്രിയങ്ക ഗാന്ധിയുടെ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ തയ്യാറല്ല. അദ്ദേഹം തന്ത്രപൂർവ്വം അവിടെ ചുറ്റിക്കളിച്ച് നിൽക്കുകയാണ്. എനിക്കിതിനകത്തൊന്നും വലിയ താല്പര്യമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും അണ്ണാക്ക് കീറി വിളിച്ചോ, എനിക്കിതിനൊന്നും താല്പര്യമില്ല എന്ന രീതിയിൽ നമ്മുടെ മുഖ്യൻ അവിടെ കൂളായി, നമ്മുടെ വി.ഡി. സതീശൻ അവിടെ കൂളായി മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു കാര്യമല്ലെന്നേ, അദ്ദേഹം ഇതൊക്കെ എത്ര കണ്ടതാണ്. ആവേശം
അദ്ദേഹത്തിന് അറിയാം ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഉടായിപ്പാണെന്നുള്ള കാര്യം അറിയാം. ഇവിടുത്തെ കള്ളാടി ദുരന്തത്തിലും തിരിഞ്ഞു നോക്കാത്ത ആളാണ്. ജൂലൈ 7-ാം തീയതി നടന്ന കള്ളാടി ദുരന്തം, ഇന്ന് ജൂലൈ 22 ഇതിനിടയിൽ ഒരു തവണ പോലും കള്ളാടിയിൽ വരാത്ത പ്രിയങ്ക ഗാന്ധിയുടെ ആത്മാർത്ഥതയൊക്കെ കൃത്യമായി തന്നെ വി ഡി സതീശനറിയാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കള്ളമുദ്രാവാക്യം ഏറ്റുവിളിക്കണ്ട എന്ന് വി ഡി സതീശൻ തീരുമാനിച്ചത്. അദ്ദേഹം ഉള്ളിൽ ഊറിച്ചിരിക്കുകയായിരിക്കും. എന്തൊരു തട്ടിപ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഒരു നാടകം. ഇവിടെ കേരളത്തിലേക്ക് വരാതെ, സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു വരാതെ അവിടെ കിടന്ന് ഈ വയനാട്ടുകാരുടെ ബലത്തിൽ MP ആയ പ്രിയങ്ക ഗാന്ധി അവിടെ കിടന്ന് കാറിക്കൂവുന്നത് വി ഡി സതീശൻ ഉള്ളിച്ചിരിക്കുകയാണ്. എന്തൊരു തട്ടിപ്പാണ്. കാരണം സ്വന്തം മണ്ഡലത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരാൾ ഇവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി, എന്താവശ്യമാണെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു സമരം, ആ സമരത്തിന് മുന്നിൽ കിടന്ന് കാറിക്കൂവുമ്പോൾ നമ്മുടെ വി ഡി സതീശൻ അതീവ ബുദ്ധിമാനാണല്ലോ. അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയ തന്ത്രമറിയുന്ന ഒരാളും നിലവിലില്ല എന്ന് വേണേൽ പറയാം. അങ്ങനെ സതീശൻ അവിടെ കൂളായി നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എന്ത് വേണമെങ്കിലും വായിക്കൂ, നിങ്ങൾ എന്ത് മുദ്രാവാക്യം വേണമെങ്കിലും വിളിച്ചു, പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല എന്നുള്ള കൂളായി അദ്ദേഹം ഉള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ കപട ആത്മാർത്ഥത കണ്ടിട്ട്, വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രിയങ്ക ഗാന്ധിയുടെ കപട ആദർശം കണ്ടിട്ട് അദ്ദേഹം അവിടെ ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം അച്ചിട്ടാണ്. അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ആ ദൃശ്യം കാണുമ്പോഴും നമുക്കറിയാം വി ഡി സതീശൻ ഉള്ളിൽ അങ്ങനെ ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.